ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് അകാരോ ഇലക്ട്രിക് കുക്കറിൻ്റെ ഒരു റിവ്യൂ ആണ്. ഇതിപ്പോൾ ഏകദേശം 1 വർഷത്തോളമായി ഞാൻ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇതാണ് അതിൻ്റെ ലിഡ്, പിന്നെ ഇതുപോലൊരു കണ്ടെയ്നറും കൂടെ കിട്ടും, പിന്നെ സ്റ്റീമർ, പിന്നെ ഒരു സ്റ്റീൽ സ്റ്റാൻഡ് എല്ലാം കൂടെ കിട്ടും. മട്ട റൈസൊക്കെ കുക്ക് ചെയ്യാൻ വളരെ നല്ലൊരു കുക്കറാണ്. ഞാനിപ്പോൾ ഡെമോ കാണിച്ചു തരാം. അപ്പം ഞാൻ ഈ കണ്ടെയ്നറിനുള്ളിലേക്ക് ഇതിൻ്റെ നനവുണ്ടോയെന്നൊക്കെ നോക്കണം. ബാക്ക് സൈഡിൽ നനവില്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം ഇതിനകത്തേക്ക് വയ്ക്കാൻ. സോ ഇതിനകത്തേക്ക് ഞാനിനി അരി ഇടാൻ പോവുകയാണ്. ഞാനിങ്ങനെ കഴുകി വെച്ചിരിക്കുന്ന അരി എടുത്ത് ഇടാൻ പോവാണ്. അപ്പം ഇതിനകത്ത് അരിയിട്ട് അത് മൂടി നിൽക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് വെക്കുക. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ലിഡ് എടുത്ത് അടയ്ക്കാം. നോസിൽ അങ്ങോട്ട് തിരിച്ചു വയ്ക്കുക. ഇനി ഇത് പ്ലഗ് ചെയ്ത് സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ ഇങ്ങനെ കാണും ഇവരുടെ സ്ക്രീനിൽ. അപ്പോൾ ഇവിടെ പല ഓപ്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പം നിങ്ങൾക്ക് റൈസ് കുക്ക് ചെയ്യണമെങ്കിൽ ഈ ഓപ്ഷൻ ചൂസ് ചെയ്താൽ മതി. പിന്നെ നമ്മൾ കേക്ക് ഉണ്ടാക്കാം, എഗ്ഗ് ബോയിൽ ചെയ്യാം, എന്തെങ്കിലും സ്റ്റീം ചെയ്യാം. പിന്നെ പ്രഷർ കുക്കർ, നോർമൽ പ്രഷർ കുക്കർ ഓപ്ഷനുണ്ട്. പിന്നെ നിങ്ങൾക്കിത് തുറന്ന് വെച്ച് ലിഡ് തുറന്ന് വെച്ച് ഇങ്ങനെ സാധാരണ നമ്മൾ ഗ്യാസിലൊക്കെ കുക്ക് ചെയ്യണ പോലെ കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സോട്ട് ഓപ്ഷൻ ഉപയോഗിക്കാം. ഇപ്പം നമ്മൾ റൈസ് കുക്ക് ചെയ്യാൻ പോകുമ്പോൾ റൈസ് എന്ന ഓപ്ഷനുണ്ട്, അവിടെ പ്രസ് ചെയ്യുക. അപ്പോൾ പ്രീസെറ്റ് ആയിട്ടുള്ള ടൈമിങ്ങും കാര്യങ്ങളും അവിടെ വരും. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ പ്രഷർ കറൻ്റ്ലി ലോ ആണ്. അത് ഹൈ ആക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ അത് ഹൈ ആയി മാറും. സോ അങ്ങനെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ഇതിൻ്റെ സെറ്റിങ്സ് മാറ്റാം. സോ നോർമൽ പ്രഷർ കുക്കർ മോഡാണ് വേണ്ടെങ്കിൽ ഇവിടെ പ്രസ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ലിഡ് തുറന്ന് വെച്ചാണ് കുക്ക് ചെയ്യേണ്ടത് എങ്കിൽ സോട്ട്, നമ്മൾ സാധാരണ ഗ്യാസിലൊക്കെ വെച്ച് കുക്ക് ചെയ്യുന്നത് പോലെ കുക്ക് ചെയ്യാം. പിന്നെ സ്റ്റീം ഓപ്ഷനുണ്ട്, എഗ്ഗ് ബോയിൽ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്, കേക്ക് ഉണ്ടാക്കാനുള്ള ഓപ്ഷനുണ്ട്. അങ്ങനെ സെവറൽ ടൈപ്സ് ഓഫ് ഓപ്ഷൻ നിങ്ങൾക്ക് ഈ കുക്കറിൽ കാണാൻ പറ്റും. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ റൈസ് കുക്ക് ചെയ്യാൻ വേണ്ടി റൈസ് എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുക. എന്നിട്ട് കീപ് ഫോം നിങ്ങൾക്ക് ഓണാക്കി വെക്കണമെങ്കിൽ ഓണാക്കാം, ഓഫ് ആക്കണമെങ്കിൽ ഓഫാക്കാം. എന്നിട്ട് നിങ്ങൾ ഈ നോസിൽ അങ്ങോട്ട് തിരിഞ്ഞാൽ ഇരിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. അതിൻ്റെ സ്റ്റീം പുറത്തേക്ക് പോകാതിരിക്കും. എന്നിട്ട് സ്റ്റാർട്ട് കൊടുക്കുക. ഇത് കുക്കിംഗ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇനി 12 മിനിറ്റ്സ് കഴിയുമ്പോൾ ഇതിനകത്തുനിന്ന് ഒരു ബീപ്പ് സൗണ്ട് കേൾക്കും. അത് കഴിഞ്ഞിട്ട് ഞാനൊരു 12 മിനിറ്റ്സ് കൂടെ ഇത് അതിൻ്റെ സ്റ്റീമിൽ തന്നെ ഇരുന്ന് റൈസ് വേവാനായിട്ട് വെക്കും. എന്നിട്ടാണ് ഞാൻ എടുക്കാറ്. അപ്പോൾ പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്യണമെന്ന് നിർബന്ധമുള്ളവർ പ്രഷർ കുക്കർ ഓപ്ഷനിൽ പോയിട്ട് 30 മിനിറ്റ്സ് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ 12 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനിവിടെ മുകളിൽ ലിഡ് താഴ്ന്ന വരെ ഞാൻ വെയിറ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു സ്റ്റീം ഉണ്ടായിരിക്കും. ആ സ്റ്റീമിൽ തന്നെ ഇരുന്നത് വെന്തോളും. അപ്പം അതിൻ്റെ ലിഡ് താഴ്ന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി തുറക്കാം. ഇപ്പോൾ ചോറൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിനി സ്ട്രെയിൻ ചെയ്തെടുക്കാം. അപ്പം ഞാൻ സ്ട്രെയിൻ ചെയ്തിട്ടുണ്ട്. ഞാനിങ്ങനെ ഒരു സ്ട്രെയിനറാണ് ഇത് സ്ട്രെയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അത് നന്നായിട്ട് സ്ട്രെയിൻ ചെയ്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം, താല്പര്യമുള്ളവർക്ക് വാങ്ങിക്കാം.